ഹലോ, വെൽക്കം ബാക്ക്. മഞ്ജുഷയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കട്ടെ. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം. സുഖമാണോ എന്ന് ചോദിക്കാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു വിഷമം. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് ചോദിക്കുന്നത്. സുഖമായിട്ടിരുന്നാൽ മാത്രമല്ലേ നമുക്ക് വീഡിയോസായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാനും സുഖമായിട്ടിരിക്കുന്നു, നിങ്ങളും സുഖമായിട്ടിരിക്കട്ടെ. അപ്പോൾ ഇന്ന് മ്യൂറലിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. മ്യൂറൽ എൻ്റെ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിലൂടെ ഇടുമ്പോഴൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത്. സർട്ടിഫിക്കറ്റ് എൻ്റെ ഇപ്പം ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ സർട്ടിഫിക്കറ്റ് തരുമോ, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കോഴ്സുകളുണ്ടോ മ്യൂറലിൻ്റെ? അപ്പം അങ്ങനെ ഉണ്ടല്ലോ, നമുക്കറിയാം ഗുരുവായൂരുണ്ട്, ആറന്മുളയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എനിക്കറിയുന്ന ഇൻഫർമേഷനൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരുന്നതിനൊക്കെ മറുപടി കൊടുക്കാറുണ്ട്. ഗുരുവായൂരുണ്ട് 5 ഇയർ കോഴ്സാണ്, അതുപോലെ ആറന്മുളയിലുണ്ട് മ്യൂറൽ പഠിപ്പിക്കുന്ന ഒരു കോളേജ്. ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് പോയി പഠിക്കാനായിട്ട് പറ്റില്ലായിരുന്നു. കാരണം ഫാമിലിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പണ്ടത്തെ പോലെ റെഗുലറായിട്ട് കോളേജിൽ പോയി പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ അന്വേഷിച്ചു വേറെ എവിടെയെങ്കിലും, അതായത് നമ്മൾ ബേസിക് തൊട്ട് അഡ്വാൻസ് വരെ പഠിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതൊക്കെയാണ് നമ്മൾ ഓരോരോ സാറന്മാരുടെ അടുത്ത് പഠിക്കുന്നത്. പക്ഷേ അങ്ങനെ പഠിച്ചിട്ടുണ്ട്, എല്ലാവരും നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതൊരു ഓർഡറിൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്നു അല്ലെങ്കിൽ പ്രീ ഡിഗ്രിയൊക്കെ പഠിക്കുന്നത് പോലെ +1 +2 പഠിക്കുന്ന പോലെ ഒരു ഓർഡറിൽ പഠിക്കാനായിട്ട് ഒരു സെൻറ്ററിൽ പോയാലേ പഠിക്കാൻ പറ്റൂ എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ ഈ സെൻറ്ററിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് നടന്നത്. അപ്പോൾ ഇപ്പം അതിനുള്ള ഒരു ഇതായിട്ടുണ്ട്. അതായത് ആറന്മുളയുടെ ഒരു സബ് സെൻറ്റർ ട്രിവാൻഡ്രത്തുണ്ട്. അത് ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത്. കൊറോണയ്ക്ക് ശേഷമാണ് അതിവിടെ സ്റ്റാർട്ട് ചെയ്തത്. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം ഞാൻ അറിയാനായിട്ട് വൈകി പോയതാവാം. ഇനി നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞിട്ടുള്ളവർ ഓക്കെ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അനന്തവിലാസം പാലസിലാണ് കോഴ്സ് നടത്തുന്നത്. 1 ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. അതിൽ റെഗുലർ ക്ലാസ് എന്ന് പറയുമ്പം സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളൂ, മൺഡേ ടു ഫ്രൈഡേ അല്ല ക്ലാസ്സുകൾ. അപ്പോൾ നമുക്ക് വർക്കിംഗ് ആണെങ്കിലും പോയി പഠിക്കുവാനായിട്ട് എളുപ്പമുണ്ട്. സാറ്റർഡേ സൺഡേ 10 to 3 ആണ് ക്ലാസ്സുകൾ. അപ്പം ഇൻ്റർവ്യൂ ഉണ്ട്, പിന്നെ ഒരു ചെറിയ ഡ്രോയിങ് ടെസ്റ്റും ഉണ്ട്. അപ്പം ഞാൻ ഇൻ്റർവ്യൂവും ഡ്രോയിങ് ടെസ്റ്റും പാസ്സായി, എനിക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ജൂലൈ 10 വരെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർ പോയി പഠിക്കാനായിട്ട്, ഇപ്പം ട്രിവാൻഡ്രത്ത് വന്ന് പഠിക്കാൻ പറ്റും എന്ന് ഉള്ളവർ എത്രയും പെട്ടെന്ന് അത് അപേക്ഷിക്കുക. ഞാൻ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഉടനെ തന്നെ താല്പര്യമുള്ളവർ ആ നമ്പറിൽ വിളിച്ച് അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. എന്നിട്ട് വേഗം തന്നെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇൻ്റർവ്യൂവിന് വിളിക്കും. വേഗം തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഒരു എന്താ പറയുക, ഇൻ്റർവ്യൂവിന് നമുക്ക് ആ സാറുമാർ ആ സമയത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അത് അന്നേരത്തെ പോലെ ഇരിക്കും. പക്ഷേ ഒരു ഡ്രോയിങ് ടെസ്റ്റ് ഉണ്ട് കേട്ടോ, അതും സബ്ജക്റ്റ് അന്നേരം ആയിരിക്കും പറയുക. അപ്പോൾ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ അയയ്ക്കുക. ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം. അപ്പം എൻ്റെ വളരെ നാളത്തെ ആഗ്രഹമാണ്. ഇനി ദൂരെ ഉള്ളവരുണ്ട്, ഇപ്പോൾ കണ്ണൂർ, മലപ്പുറം അല്ലെങ്കിൽ ദൂരെ ഉള്ളവരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അവർ വിചാരിക്കും നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിച്ച് സങ്കടപ്പെടേണ്ട. ഞാനിത് പഠിച്ച് കഴിയുമ്പോൾ എങ്ങനെയാണോ ഇതിന് മുന്നേ വീഡിയോസ് എല്ലാം ട്യൂട്ടോറിയലായിട്ടിട്ടത്, അതുപോലെ തന്നെ ഓർഡറിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് കേട്ടോ. ഒന്ന് കോഴ്സ് കഴിഞ്ഞോട്ടെ, അപ്പോൾ ഞാൻ ആ ഒരു ഓർഡറിൽ നിങ്ങളെ എല്ലാവരും പഠിപ്പിക്കാം. ഇനി ഇതിന് ഏജ് ലിമിറ്റ് ഇല്ല. പിന്നെ യോഗ്യത എന്ന് പറയുന്നത് SSLC ആണ്. അപ്പം ഇത് രണ്ടുമാണ് കൊടുത്ത് ബാക്കിയുള്ള ഫീസിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം കേട്ടോ. 25 പേർക്കാണ് കേട്ടോ സീറ്റുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കുക കേട്ടോ. ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ട അപ്പോൾ തന്നെ ചേരാൻ പറ്റുന്നവരൊന്ന് അപേക്ഷിക്കുക. അപ്പം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഇട്ടേക്കാം. താല്പര്യമുള്ളവർ എത്രയും വേഗം, ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് ഒന്ന് അപേക്ഷ അയയ്ക്കുക. ഇതാണ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്. വാസ്തുവിദ്യ ഗുരുകുലം തിരുവനന്തപുരം സബ് സെൻറ്റർ. താഴെ പറയുന്ന കോഴ്സിൽ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നു. അപേക്ഷ പൂരിപ്പിച്ച് നൽകേണ്ട അവസാന തീയതി 20/5 ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ജൂലൈ 10 വരെ നീട്ടിയിട്ടുണ്ട്. താഴെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് നോക്കുക. പ്രായപരിധിയില്ല, യോഗ്യത SLC ആണ്. അപേക്ഷാ ഫീസ് 200 രൂപയാണ്. കോഴ്സ് ഫീ വന്ന് 25,000 ആണ്, പ്ലസ് GST ഉണ്ട് കേട്ടോ. 1 ഇയറിന് 25,000 ആണ്, പ്ലസ് GST ഒരു 5,000 കൂടെ വരും. ടോട്ടൽ 30,000 ആണ് വരുന്നത്. ബാക്കി ഫോൺ നമ്പർ, വെബ്സൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് വഴി ഒന്ന് ആപ്ലിക്കേഷൻ അയയ്ക്കുക. അതല്ലെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഓരോ പാർട്ടായിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒന്ന് നോക്കി ഡീറ്റെയിൽസ് എല്ലാം എഴുതിയെടുത്തിട്ട് ഒന്ന് വിളിക്കുക.
മ്യൂറലിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയാണെന്ന് തന്നെ എനിക്കറിയാം. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ താല്പര്യമുള്ളവർ വേഗം തന്നെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് ഇൻ്റർവ്യൂവും ടെസ്റ്റും ഒക്കെ അറ്റൻഡ് ചെയ്ത് കോഴ്സിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അപ്പോൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ റെഗുലറായിട്ട് വീഡിയോസായിട്ട് വരാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു കമൻറ്റ് ഇടുന്നതും ലൈക്ക് ഇടുന്നതും ഒക്കെ കുറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ എന്നാൽ ബൈ.